വണ്ടി എന്നാ ഞാൻ ഫുൾ എടുക്കാം. നിനക്ക് എന്താ വേണ്ടേ ഫുഡ്? ഒരു മുട്ട വെജി ചായ ആണോ? എവിടുന്നാ വേണ്ടേ? ഇവിടുന്നാ? എന്നാ വാ 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 വാ. വണ്ടി വേഗം. ഉബൈദേ, എനിക്കിതിന് ഏറെ ഇഷ്ടമായി കൂട്ടുകാരാ. ഒരു നേരത്തെ അന്നത്തിന് പ്രയാസപ്പെടുന്ന പാവങ്ങളെയാണ് നീ പലപ്പോഴും തെരഞ്ഞെടുക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ് നേരിട്ട് കണ്ടാൽ നിന്നെ ഒന്ന് ആലിംഗനം ചെയ്ത് ഈ സന്തോഷം നിന്റെ മുഖത്ത് നോക്കി ഞാൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തോന്നി. അത്രമാത്രം ദുനിയാവിൽ തെറ്റുകൾ ഇങ്ങനെ ചെയ്തു കൂട്ടിയിട്ട് പോലും അള്ളാഹു എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം നിങ്ങൾക്കും ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. നമ്മുടെ ചുറ്റുപാടും നമ്മളൊന്ന് വീക്ഷിച്ച് എത്ര പേർ ഒരു നേരത്തെ ആഹാരം കഴിക്കാതെ പ്രയാസപ്പെടുന്നുണ്ടാകും. അപ്പോഴും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അള്ളാഹു ഇന്നത്തെ ഭക്ഷണം നൽകിയില്ലേ? എന്നിട്ടും അവനോടുള്ള നന്ദി പ്രകടനം നിങ്ങൾ ഇന്ന് നടത്തിയിരുന്നോ? ഞാൻ അള്ളാഹുവിനെ ഹംദ് ചൊല്ലാൻ പോവാ. കൂടെ കൂടാമെങ്കിൽ നിങ്ങൾക്കും ചൊല്ലാം. അൽഹംദുലില്ലാ. എല്ലാം നൽകിയ, ചോദിക്കാതെ തന്നെ വാരിക്കോരി തന്ന റബ്ബേ, നിനക്കായിരമായിരം സ്തുതി. ഇവിടെയാണ് മുത്തുനബി തങ്ങൾ പാവങ്ങളെ ചേർത്തു പിടിച്ച ചരിത്രം എനിക്ക് ഓർമ്മ വന്നത്. ആദ്യം മനസ്സിൽ വന്നത് ബിലാൽ തങ്ങളെയാണ്. വിവസന്നായി മരുഭൂമിയിൽ മലർത്തിക്കിടത്തി പടുകൂറ്റൻ പാറക്കെട്ടുകൾ ഇടനെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തുമ്പോഴും ചാട്ടവാറ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച് ശരീരം പൊട്ടി അതിലൂടെ ദുർഗന്ധം വമിക്കുന്ന ചീഞ്ചനം ഒഴുകുന്ന സമയത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തിലേക്ക് വന്ന് ബിലാൽ തങ്ങൾ പൊട്ടിക്കരയുമ്പോൾ ആ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ഭംഗിയുള്ള നേതാവ് ബിലാൽ തങ്ങളെ തന്റെ വിരിമാറിലേക്ക് ചേർത്തു പിടിച്ച് അവിടുത്തെ ചപ്രിച്ച തലമുടിയിൽ തലോടി കൊടുത്ത് സ്വാന്തനത്തിന്റെ വർത്തമാനമേകിയ, ഏറ്റവും കൂടുതൽ പാവങ്ങളെ ചേർത്തു പിടിച്ച പാവങ്ങളുടെ നേതാവായ നമ്മുടെ റസൂലുള്ളാഹിന്റെ ചരിത്രം അത് ഹൃദയത്തിൽ തട്ടിയത്. ബിലാൽ തങ്ങൾ എപ്പോഴും നബി തങ്ങളെ സ്മരിക്കുമ്പോൾ എല്ലാവരും എന്നെ ആട്ടിയോടിക്കുന്ന സമയത്തിലും എന്നെ ചേർത്ത് പിടിച്ച മദീനയുടെ രാജകുമാരന്റെ ചരിത്രം പറഞ്ഞ് ബിലാൽ തങ്ങൾ കരയുമായിരുന്നു. പാവങ്ങളെ കണ്ടാൽ യഥാർത്ഥ ഒരു മുസ്ലിം അവനെ ചേർത്ത് പിടിക്കണം. വിശക്കുന്നവരെ കണ്ടാൽ യഥാർത്ഥ ഒരു മുസ്ലിം അവൻ അന്നം വാങ്ങിക്കൊടുക്കണം. തകർന്നവനെ കണ്ടാൽ യഥാർത്ഥൊരു മുസ്ലിം അവന് സ്വാന്തനമേകണം. ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ഈ ദുനിയാവിൽ നമ്മുടെ എല്ലാം ആഗ്രഹങ്ങൾ എത്ര വലുതാണ്. എത്ര കിട്ടിയാലും ഏതെങ്കിലും ഒന്ന് ദുആ ചെയ്ത് കിട്ടാതെ വന്നാൽ അള്ളാഹ് എനിക്കൊന്നും തരുന്നില്ലെന്ന് പരാതി പറയുമ്പോൾ ഈ മനുഷ്യന്റെയൊക്കെ സ്വപ്നം അതെത്ര ചെറുതാണ്. എന്തു ഭക്ഷണം വേണമെന്ന് ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് ഒരു വടയും ഒരു ചായയൊക്കെ ഉള്ളൂ. ആ മനുഷ്യന്റെ ലോകം വളരെ ചെറുതാണ്. നമുക്ക് സ്വാർത്ഥതയുടെ പിന്നാലെ, അത്യാഗ്രഹത്തിന്റെ പിന്നാലെ, ആർഭാടത്തിന്റെ പിന്നാലെ മതിമറക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്ത് ഇവരെ പോലെയുള്ള കുഞ്ഞു സ്വപ്നങ്ങളുമായി കഴിയുന്ന മനുഷ്യന്മാരുണ്ട്.